പ്രൈസ് ദ ലോർഡ്. ഇയ്യോബിന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ 6 കഷ്ടത്തിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും, 7-ാമത്തതിൽ തിന്മ നിന്നെ തൊടുകയില്ല. എന്താ ഈ വചനത്തിന്റെ അർത്ഥം എന്നുള്ളത്? കഷ്ടങ്ങൾക്ക് നടുവിൽ ദൈവം നമ്മെ കൈവിടത്തില്ലെന്നല്ലേ, നമ്മെ വിടുവിക്കുമെന്നും മാത്രമല്ല സകല തിന്മകളും കടന്നു വരുമ്പോഴും അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നന്മയാക്കി തീർക്കുമെന്നുമല്ലേ. ദൈവം നമ്മെ അത്രത്തോളം സ്നേഹത്തോടെ പരിപാലിക്കുമെന്നല്ലേ. 6 കഷ്ടങ്ങൾ, അതേ കഷ്ടനഷ്ടങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും അതിന്റെ നടുവിൽ കർത്താവ് നമ്മെ ദിവസം പ്രതി ദിനം പ്രതി നമ്മെ പരിപാലിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുമെന്നാണ് ഈ വചനങ്ങളിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുന്നത്. ആകയാൽ ദൈവം ഇതിലെ ഏതെല്ലാം തലത്തിലുള്ള കഷ്ടനഷ്ടങ്ങളിലൂടെയാണ് ബദ്ധനായിരിക്കുന്ന ഇയ്യോബ് കടന്നുപോയത്, എന്നാൽ അതെല്ലാം തന്റെ ജീവിതത്തിൽ നന്മയാക്കി തീർത്തുകൊണ്ട് ഇരട്ടി നന്മകളെ ജീവിതത്തിൽ കൊടുത്തുകൊണ്ട് കർത്താവ് തന്റെ ഭക്തന്റെ മുഖത്തെ ആദരിപ്പാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ പ്രിയരെ, ജീവിതത്തിൽ പലപ്പോഴും ചോദിക്കാറില്ലേ, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ കഷ്ടതകൾ കടന്നു വരുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എന്നാൽ കർത്താവ് പറയാം, അതിൻ്റെ നടുവിൽ വിടിവിക്കുകയും പരിപാലിക്കുകയും എല്ലാ കഷ്ടതകളും തിന്മകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതെല്ലാം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നന്മയാക്കി തീർക്കുകയും ചെയ്യും. പിന്നത്തേതിൽ വലിയൊരു മഹത്വത്തിലേക്ക് നന്മയിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തുന്ന ഒരു ദൈവം ആയതിനാൽ, അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അതെ, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതെല്ലാം നന്മയ്ക്കാണ്. ആ കഷ്ടങ്ങൾ കടന്നു വരുന്നത്, രോഗങ്ങൾ കടന്നു വരുന്നത്, ദുഃഖ പ്രതിസന്ധികളിലൂടെ ഒക്കെ നാം കടന്നു പോകുന്നത്, നാം വിചാരിക്കാത്ത, നാം നനയ്ക്കാത്ത അവസ്ഥകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ചിന്തിക്കുക, കർത്താവിൽ ധൈര്യപ്പെടുക, സകലതും നന്മയാക്കി തീർക്കുന്നത് അവിടെയൊക്കെ കൈവിടാതെ നമ്മെ ഉപേക്ഷിച്ച് കളയാതെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ആകയാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മോട് സംസാരിക്കുന്ന, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നമുക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. നമ്മെ വിടുവിക്കുകയും സൂക്ഷിക്കുകയും സകല തിന്മകളും നമ്മുടെ ജീവിതത്തിൽ നന്മയാക്കി തീർത്ത് ദൈവത്തിന്റെ പ്ലാനുകൾ, പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നിറവേറ്റി തരുവാൻ ഇടയായിത്തീരും. ആയതിനാൽ ദൈവത്തിൽ പ്രത്യാശ വെച്ച് മുൻപോട്ട് പോകാം, വളരെ പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകാം. കർത്താവ് ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.